ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് പരക്കനാശം. ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ 30ഓളം വീടുകൾ വെള്ളത്തിൽ. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ചുഴലിക്കാറ്റ്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ച്, അരിമ്പൂർ വെളുത്തൂർ എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായത്. മുനയ്ക്കലിൽ 10ഓളം വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നു വീണു. ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷാവലോകന യോഗം ചേർന്നു. റൂൾ കർവ് പാലിക്കാൻ കളക്ടർ കർശന നിർദ്ദേശം നൽകി. രാത്രികാലങ്ങളിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് കളക്ടർ. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ എക്സ്പ്രസ് ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോടശ്ശേരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 500ഓളം നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത്. സോളാർ വേലി തകർത്താണ് കാട്ടാന തോട്ടത്തിൽ കടന്നത്. തൃക്കൂർ പെട്രോൾ പമ്പിന് സമീപം കാറും ഒമ്നി വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കണിമംഗലത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട്. പലയിടങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവിധ താലൂക്കുകളിലായി 7 വീടുകൾ ഭാഗികമായി തകർന്നു. 3ഇടങ്ങളിൽ മിന്നൽ ചുഴലിയുണ്ടായി. പഴയന്നൂർ വടക്കേത്തറ ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിനു മുന്നിൽ മരം വീണ് താഴികക്കുടം തകർന്നു. ചേലക്കോട് എളുത്തിപ്പാറയിൽ ശക്തമായ കാറ്റിലും മഴയിലും തേക്കുമരം വൈദ്യുതി ലൈനിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ക്ഷേത്രത്തിന് സമീപമുള്ള സർക്കാർ മൃഗാശുപത്രിയിലെ മരമാണ് കാറ്റിൽ വീണത്. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ വീടിന് മുകളിലേക്ക് തേക്ക് മറിഞ്ഞു വീണു. കുറ്റിക്കാട്ട് തോമസിന്റെ ഇരുനില വീടിന് മുകളിലേക്കാണ് വീണത്. വീട്ടുപറമ്പിലെ തെങ്ങ് കാറ്റിൽ കടമുറിഞ്ഞ് വീഴുകയായിരുന്നു. വീടിന്റെ ടെറസിന് മുകളിലെ ഓടുകളും തകർന്നിട്ടുണ്ട്. കനത്ത മഴയിൽ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി. 30ഓളം വീടുകൾ വെള്ളത്തിൽ. തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത്. ദേശീയപാത ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമായി. സാധാരണ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ യഥാസമയം നിർമ്മാണം പൂർത്തിയാക്കാത്തത് മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി. ബൈപ്പാസിന് സമീപത്തെ വീടുകളും വെള്ളത്തിലാണ്. കാളക്കോടത്ത് ആനന്ദന്റെ വീടിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പപ്പടം നഗറിലേക്കുള്ള റോഡും വെള്ളം കയറി കിടക്കുവാണ്. ഈ പരിസരത്ത് 30ഓളം വീടുകൾ വെള്ളക്കെട്ടിലാണ്. മഴ തുടർന്നാൽ വീടിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ എല്ലായിടത്തും ബുദ്ധിമുട്ടിട്ട് നിൽക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനും വരുന്നില്ല, ആരും നമ്മൾ പരാതി പറഞ്ഞും വരുന്നില്ല, മെമ്പറായിട്ടും വരുന്നില്ല, ആരായിട്ടും വരുന്നില്ല. ഒത്തിരി ആളുകളുണ്ട് ഇവിടെ. പ്രസവിച്ച് 35-20 ദിവസമായിട്ട് ഇത് ആളും കൊണ്ട് ഞങ്ങൾ എങ്ങനെ പോകേണ്ടത്? TCV ന്യൂസ്, കയ്പമംഗലം. കനത്ത മഴയിലും കാറ്റിലും മനക്കൊടി പുള്ള റോഡിലെ മരം കടപുഴകി തോട്ടിലേക്ക് വീണു. വശം ഇടിഞ്ഞതോടെ റോഡ് തകർച്ചാ ഭീഷണിയിൽ. റോഡരികിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി ഇറിഗേഷൻ മെയിൻ കനാലിലേക്ക് വീണത്. ഇതുമൂലം കനാലിനോട് ചേർന്ന റോഡിന്റെ അരികുഭാഗം തകർന്ന് കനാലിലേക്ക് വീണു. മഴക്കാലത്ത് തോട്ടിൽ നിന്ന് റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് വെള്ളമൊഴുകുന്ന സ്ഥലമാണിത്. മഴ ശക്തമാകുമ്പോൾ തോട്ടിൽ നിറയുന്ന വെള്ളം ശക്തിയായി ഇരച്ചു കയറി റോഡ് തള്ളിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇറിഗേഷൻ കനാലിലെ ജലനിരപ്പിന് താഴെയായാണ് റോഡെന്നതിനാൽ വേനൽ മഴയിൽ പോലും കനാലിൽ നിന്നും റോഡ് കവിഞ്ഞ് വെള്ളമെത്തി മറുവശത്തെ കോൾപ്പാടശേഖരത്തിലെ നെൽകൃഷി നശിക്കുന്ന പതിവുണ്ട്. കഴിഞ്ഞ 5 വർഷമായി പ്രശ്നപരിഹാരം തേടി കർഷകർ അധികൃതരെ നിരന്തരം സമീപിച്ചുവെങ്കിലും ഇതുവരെയും റോഡ് ഉയർത്തി പ്രശ്നപരിഹാരത്തിനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗം K. രാഗേഷ് പറഞ്ഞു. ഈ മനക്കുടി പുള്ളു റോഡ് ഈ കാലവർഷം വരുമ്പോൾ വലിയ പ്രതിസന്ധി നേരിടാണ് ഇതിലെ പോകുന്ന യാത്രക്കാർ. ഇപ്പോൾ 5 വർഷമായിട്ട് നിരന്തരം ഈ ഇറിഗേഷൻ കനാലിൽ നിന്ന് PWD റോഡിലേക്ക് വെള്ളം കവർ ചെയ്ത് യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം 5 വർഷമായി നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ കാലവർഷം വരുമ്പോൾ വീണ്ടും ഒരു ദുരിതത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. നമ്മുടെ യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇറിഗേഷൻ കനാലിലേക്ക് വീണ മരം അടിയന്തരമായി മുറിച്ചു മാറ്റി വെള്ളമൊഴുക്കിന്റെ തടസ്സം മാറ്റണമെന്നും തകർന്ന റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. TCV തൃശൂർ.
ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. കടപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചുകയറി. മാളുട്ടിവളവ്, മൂസറോഡ്, വെളിച്ചെണ്ണപ്പടി, മുനിക്കക്കടവ് എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. മാളുട്ടിവളവ്, കുറുപ്പത്ത് ബദറു, മൂസറോഡ്, പുതുവീട്ടിൽ ബീരുമോൻ എന്നിവരുടെ വീടുകളിലേക്ക് വെള്ളം അടിച്ചുകയറി. വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ്. കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കടൽവെള്ളം വീടുകളിലേക്ക് അടിച്ചുകയറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് വെള്ളം കയറിയ വീടുകൾ സന്ദർശിച്ചു. ചാവക്കാട് ബീച്ചിലെ പാർക്കിംഗ് ഗ്രൌണ്ട് കടൽക്ഷോഭത്തെ തുടർന്ന് മുങ്ങി. ബീച്ചിലെ താൽക്കാലിക കടകൾ, കാർണിവൽ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിലായി. വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാൻ ഉണ്ടാക്കിയ ചാലിലൂടെയാണ് വെള്ളം ഇരച്ചുകയറിയത്. കടൽക്ഷോഭത്തെ തുടർന്ന് ചാവക്കാട് ബീച്ചിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സന്ദർശകരെ അനുവദിക്കുകയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ രണ്ടാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. എറിയാട് കൊട്ടിക്കൽ ഓട്ടറാട്ട് 53 വയസ്സുള്ള പ്രദീപിന്റെ മൃതദേഹമാണ് പടിഞ്ഞാറെ വെമ്പല്ലൂർ കടപ്പുറത്ത് അടിഞ്ഞത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ കാണാതായിരുന്ന പാലക്കപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. മറ്റത്തൂർ 3 മുറി ചേലക്കാട്ടുകരയിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന് ഭാഗികമായി കേടുപറ്റി. അടാട്ട് വിശ്വനാഥന്റെ വീടിനാണ് കേടുപറ്റിയത്. മുറ്റത്ത് നിന്നിരുന്ന തെങ്ങ് കാറ്റിൽ ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശത്തെ ഷീറ്റുമേഞ്ഞ നടപ്പുര ഭാഗികമായി തകർന്നു. കനത്ത മഴ തുടരുന്നതിനാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. കാട്ടൂർ പൊഞ്ഞനത്ത് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് തകർന്നു. കാട്ടൂർ പൊഞ്ഞനം രാജീവ് ഗാന്ധി കോളനിയിലാണ് മരം വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നത്. ഒടിഞ്ഞ വൈദ്യുതി പോസ്റ്റ് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. രാജീവ് ഗാന്ധി കോളനി സ്വദേശി കോപ്പുള്ളി വീട്ടിൽ ഓമന വാസുവിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. നോർത്ത് ചാലക്കുടിയിൽ കാറ്റിലും മഴയിലും മരം വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു. ബ്രൈറ്റ് സ്റ്റാർ ക്ലബിന് സമീപത്തെ കനാൽ റോഡിലാണ് 6 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണത്. ജലസേചന വകുപ്പിന്റെ പരിധിയിലുള്ള കൂറ്റൻ കൊന്നമരമാണ് ശക്തമായ കാറ്റിൽ നിലം പൊത്തിയത്. മരം വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. ചാഴൂരിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ ട്രസ് തകർന്നു. കൂക്കപ്പറമ്പിൽ രാജന്റെ വീടിന്റെ ഇരുമ്പിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. ഒല്ലൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂരയിലേക്ക് സമീപത്തെ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ മേഞ്ഞിരുന്ന ഷീറ്റ് പറന്നു വീണു. വടക്കേത്തല റാഫിയുടെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്ക് ഒല്ലൂർ സെന്ററിലെ ശ്രീഭവൻ ഹോട്ടലിന് എതിർവശത്തുള്ള പോൾ ആർക്കേഡ് എന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുമാണ് വീണത്. സംഭവം നടക്കുമ്പോൾ റാഫിയുടെ ഭാര്യയും 2 മക്കളും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തലക്കോട്ടുകര വിദ്യാ കോളേജിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കുറുമാൽ പെരുവഴിക്കാട്ട് ഗോപാലകൃഷ്ണന്റെ വീടിന്റെ വശത്തിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. മതിൽ വീഴാവുന്ന സ്ഥിതിയിൽ ചെരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. രാജുവിന്റെ വീടിന്റെ സൺഷെയ്ഡ് തകർന്ന നിലയിലാണ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എന്നിവർ അക്കാദമി അധികൃതരുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ.
രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ട കേട്ടോ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാകയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിതേ ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തയിലേക്ക്. ശക്തമായ കാറ്റിൽ പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പാഴായി വട്ടേക്കാട്ടുപറമ്പിൽ രാജന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. കുട്ടികളടക്കം 10 പേർ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. തെങ്ങ് വീഴുന്ന ശബ്ദം കേട്ടതോടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. അളഗപ്പ നഗർ പഞ്ചായത്ത് പുളിഞ്ചോടിൽ മരം റോഡിലേക്കും വൈദ്യുതി കമ്പികൾക്കും മുകളിലേക്കും മറിഞ്ഞു വീണു. പുല്ലാനിക്കൽ തിലകയുടെ വീട്ടുപറമ്പിലെ മരമാണ് വീണത്. ഇവരുടെ വീട്ടുമതിലും തകർന്നു. KCB അധികൃതർ സ്ഥലത്തെത്തി. ചിറ്റിശ്ശേരിയിൽ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടിന് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി കമ്പികളിൽ മരം വീണ് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. ചീനവല നശിച്ചു. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലാണ് നാശനഷ്ടം ഉണ്ടായത്. ബീച്ചിൽ കച്ചവടം നടത്തുന്ന 10ലധികം സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണു. ഊർക്കോലിൽ സുരേഷിന്റെ ചായക്കട കാറ്റിൽ പൂർണ്ണമായും തകർന്നു. ബീച്ചിലുള്ള കടകളെ പരിപൂർണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ മുനക്കല് ചന്ദ്രൻ എന്ന ആളുടെ ചീനവല നാമവിശേഷമായി. ഇവിടങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകളും മറ്റും നിലം പതിച്ചു. മുനക്കൽ ബീച്ചിൽ അഴീക്കോട് സ്വദേശി മടത്തിപ്പറമ്പിൽ ചന്ദ്രന്റെ ചീനവല പാടെ തകർന്നു. സംഭവ സമയത്ത് പണിയെടുത്തിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. ബീച്ചിലെ കച്ചവടം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്നവർ അപകടത്തെ തുടർന്ന് നിരാശരായ അവസ്ഥയിലാണ്. നാശനഷ്ടം സംഭവിച്ചവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. ET ടൈസൺ MLA സംഭവസ്ഥലം സന്ദർശിച്ചു. TCV കൊടുങ്ങല്ലൂർ. അരിമ്പൂർ കോൾപ്പാട് ശേഖരത്തിൽ മിന്നൽ ചുഴലി. പമ്പ് ഹൌസ് തകർന്നു. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂര പറന്നുപോയി. ട്രസ് വർക്ക് ചെയ്ത ഇരുമ്പ് ഫ്രെയിമുകൾ കാറ്റിൽ ഇളകിത്തെറിച്ചു. 100 ഏക്കർ വരുന്ന തോട്ടുപുര പാടശേഖരത്തിലെ മോട്ടോർ പുരയ്ക്കാണ് നാശമുണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് മേൽക്കൂരയിലെ ആസ്പെറ്റോസ് ഇളകിത്തെറിച്ചു. മോട്ടോർ പുരയ്ക്ക് ചേർന്നുള്ള 3 തൂണുകൾ മിന്നൽ ചുഴലിയിൽപ്പെട്ട് നിലം പൊത്തി. മോട്ടോർ പുരയ്ക്കകത്തെ സബ്മേഴ്സിബിൾ പമ്പിന്റെ മുകളിലാണ് തൂണുകൾ പതിച്ചത്. വെളുത്തൂരിൽ ചുഴലിക്കാറ്റ്. പെട്രോളിംഗിന് പോയ അന്തിക്കാട് പോലീസിന്റെ വാഹനം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചെഗുവേര നഗർ വഴിയിലൂടെ പരിശോധനയ്ക്കിറങ്ങിയ അന്തിക്കാട് പോലീസിന്റെ വാഹനത്തിന് മുന്നിലേക്ക് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. വാഹനം പെട്ടെന്ന് നിർത്തിയതിനാൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കാതെ പോലീസുകാർ രക്ഷപ്പെട്ടു. മരം വീണാണ് വൈദ്യുതി പോസ്റ്റ് തകർന്നത്. SI കൊച്ചുമോൻ, ജേക്കബ്, അനൂപ് എന്നിവരടക്കം 3 പോലീസുകാരാണ് ജീപ്പിലുണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് SI ജോസി ജോസും സംഘവും സ്ഥലത്തെത്തി. KCB അധികൃതരെത്തി തടസ്സം മാറ്റിയാണ് പോലീസ് ജീപ്പ് മാറ്റിയത്. വെളുത്തൂർ മേഖലയിൽ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. റവന്യൂ മന്ത്രി K രാജന് പൈലറ്റ് പോയി തകരാറിലായി. വഴിയിൽ കിടന്ന വിവാദത്തിലായ ജീപ്പും ചുഴലിക്കാറ്റിൽപ്പെട്ടു. വെള്ളാഞ്ചിറ അഞ്ചലി റോഡ്, മോസ്കോ നഗർ എന്നിവിടങ്ങളിൽ വീശിയടിച്ച ശക്തമായ കാറ്റിൽ വ്യാപക നാശം. മരങ്ങൾ വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മരം വീണ് പിടിയത്ത് വീട്ടിൽ ആൻഡോയുടെ വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. കനത്ത മഴയും കടൽക്ഷോഭ സാധ്യതയും കണക്കിലെടുത്താണ് നിയന്ത്രണം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശന വിലക്ക് തുടരും. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷാ അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ഡാം മാനേജ്മെന്റ് യോഗം ചേർന്നു. ജില്ലയിൽ ആകെയുള്ള 8 ഡാമുകളിൽ മേജർ ഇറിഗേഷന്റെ അധീനതയിലുള്ള പീച്ചി, വാഴാനി, ചിമ്മിനി ഡാമുകളും KSEBയുടെ പെരിങ്ങൽകുത്ത് ഡാമും കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം അപ്രതീക്ഷിതമായ നിലയിൽ മഴ ലഭ്യമാകുന്നതിനാൽ
മഴ മുന്നറിയിപ്പുകൾ വേഗത്തിൽ മാറുന്ന അവസ്ഥയുണ്ടെന്ന് യോഗം വിലയിരുത്തി. കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് പ്രപ്പോസ്ഡ് റൂൾ കർവ് കർശനമായി പാലിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. വാഴാനി, ചിമ്മിനി ഡാമുകളിൽ ജലനിരപ്പ് നിലവിൽ പ്രപ്പോസ്ഡ് റൂൾ കർവിനേക്കാൾ താഴെയാണെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൊരിങ്ങൽകുത്തിൽ നിന്നും ജലം ഒഴുകുമ്പോൾ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള സാഹചര്യവും സമീപ പ്രദേശങ്ങളെ വെള്ളക്കെട്ടിലാക്കാനുള്ള സാഹചര്യവും കണക്കിലെടുത്ത് ഡാമിലെ ജലനിരപ്പ് 419.4 നിലനിർത്തേണ്ടതാണെന്ന് കളക്ടർ അറിയിച്ചു. നിലവിൽ 414.6 മാത്രമാണ് ജലനിരപ്പ്. മഴയുടെ സ്ഥിതി പരിഗണിച്ചും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോടെയും മാത്രം കൂടുതൽ ജലം സംഭരിച്ചാൽ മതിയെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. രാത്രികാലങ്ങളിൽ ഡാമുകളിൽ നിന്നും അധിക ജലം പുറത്തേക്കൊഴുക്കുന്നതിന് അനുവദിക്കില്ലെന്നും കളക്ടർ അറിയിച്ചു. ഡാമുകളിൽ നിന്നും വെള്ളം ഒഴുക്കിവിടേണ്ട സാഹചര്യമുണ്ടായാൽ ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. തമിഴ്നാട് ഡാമുകളിൽ നിന്ന് ജലമൊഴുക്കുന്ന സാഹചര്യങ്ങൾ KSEB ഉദ്യോഗസ്ഥർ പ്രത്യേകം നിരീക്ഷിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. TCV തൃശൂർ. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ലോക്കോ പൈലറ്റിന്റെ സംയോജിത ഇടപെടൽ മൂലം ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. TRD സംഘം എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോടശ്ശേരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മികച്ച വാഴ കർഷകനുള്ള അവാർഡ് നേടിയ വാഴപ്പിള്ളി ജോസ് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്തെ വാഴകൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. 10 ദിവസം മുൻപും ഇവിടെ കാട്ടാനയെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. 500ഓളം ആറ്റുനേന്ത്ര വാഴകളാണ് നശിപ്പിച്ചത്. സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ തോട്ടത്തിൽ കടന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പുകളും നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കാട്ടാനാശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ജോസ് പരിയാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നേരത്തെ നടത്തിയിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏഴാറ്റുമുഖത്ത് പാതാളത്തവള പ്രത്യക്ഷപ്പെട്ടു. 15ാം ബ്ലോക്കിൽ JCB ഉപയോഗിച്ച് മണ്ണു മാന്തുന്നതിനിടെ കണ്ട പാതാളത്തവള പിന്നീട് മറ്റൊരിടത്തേക്ക് ചാടിപ്പോയി. വർഷത്തിൽ 1 ദിവസം മാത്രമാണ് പാതാളത്തവള പുറത്തുവരുന്നത്. 364 ദിവസവും മണ്ണിനടിയിൽ ജീവിക്കുന്ന ഇവ കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയിലായിരിക്കും പുറത്തെത്തുക. ഇണചേരലിന് ശേഷമുള്ള പ്രജനനത്തിനാണ് ഇവയുടെ പുറം ലോകത്തേക്കുള്ള വരവ്. മുട്ടയിട്ട ശേഷം തവളകൾ അന്ന് തന്നെ മണ്ണിനടിയിലേക്ക് പോകും. ആയിരക്കണക്കിന് മുട്ടകൾ ഉണ്ടാകുമെങ്കിലും കാലാവസ്ഥയെ അതിജീവിക്കുന്നത് വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരിക്കും. തൃക്കൂർ പെട്രോൾ പമ്പിന് സമീപം കാറും ഒമ്നി വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വാനിൽ ഉണ്ടായിരുന്ന ആളെ അഗ്നിരക്ഷാസേനയെത്തി വാനിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ തൃക്കൂർ സ്വദേശി കവലക്കാട്ട് ജെറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസാര പരിക്കേറ്റ 2 പേരെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂർ ഭാഗത്തുനിന്ന് മരത്താക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വരാക്കര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും മരത്താക്കര ഭാഗത്തുനിന്നും തൃക്കൂരിലേക്ക് വരികയായിരുന്ന ഒമ്നി വാനുമാണ് കൂട്ടിയിടിച്ചത്. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ കണിമംഗലത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. SN സ്കൂൾ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുറുക്കഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. ഇരട്ടപ്പുഴ, കുഞ്ചേരി, ബേബി റോഡ്, അഞ്ചങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞത്. ചിലയിടങ്ങളിൽ വൈദ്യുതി ലൈൻ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. പഴയന്നൂരിൽ ഇരുമ്പ് തോട്ടിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. പഴയന്നൂർ വടക്കേത്തറ നന്നാട്ടുകുളം വീട്ടിൽ 65 വയസ്സുള്ള ഗുരുവായൂരപ്പനാണ് മരിച്ചത്. വീട്ടിലെ കുഴൽക്കിണറിലെ മോട്ടോറിലേക്ക് നൽകിയ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ പഴയന്നൂർ നവോദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഴക്കാലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ചാലക്കുടി നഗരസഭ ആരംഭിച്ച കാനകളുടെ ശുചീകരണം പ്രധാന കേന്ദ്രങ്ങളിലെത്തി. സൌത്ത് ജംഗ്ഷനിലെ കാന സ്ലാബുകൾ പൊളിച്ച് ശുചീകരിക്കുന്ന പ്രവർത്തനം ഞായറാഴ്ച നടന്നു. വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മണ്ണ് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞാൽ മഴവെള്ളം പള്ളിത്തോട്ടിൽ എത്തിച്ചേരും. ഇതോടെ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവധി ദിവസമായിട്ടും
നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ജീവനക്കാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഏതാനും ദിവസമായി നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. തുടരും സിനിമയിലൂടെ വൈറലായ കാട്ടാനകളുടെ ചിത്രം കോടാലി സ്വദേശിയായ കലാകാരൻ നികേഷ് കൃഷ്ണൻ കളിമണ്ണിൽ പുനർസൃഷ്ടിച്ചത് ആകർഷകമായി. ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലെ പുൽമേട്ടിൽ കിടന്നുറങ്ങുന്ന ആനക്കുടുംബത്തിന്റെ ചിത്രം ധനു പരൺ, പ്രവീൺ ഷൺമുഖാനന്ദൻ എന്നിവർ ചേർന്നാണ് ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയത്. തുടരും സിനിമയിൽ ഉൾപ്പെടുത്തിയതോടെ ഈ ചിത്രം കൂടുതൽ വൈറലായി മാറുകയായിരുന്നു. ആനപ്രേമി കൂടിയായ കലാകാരൻ നികേഷ് കൃഷ്ണൻ ഈ ചിത്രത്തിന് കളിമണ്ണ് ഉപയോഗിച്ച് ശില്പഭാഷ്യം തീർക്കുകയായിരുന്നു. ചലിക്കുന്ന ആനകൾക്ക് രൂപം നൽകി ശ്രദ്ധേയനായിട്ടുള്ള കലാകാരൻ കൂടിയാണ് നികേഷ്. TCV കൊടകര. നാട്ടുകാരും വീട്ടുകാരുമായി എന്നും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന അവരിലൊരുവനായ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഇനി ആർച്ച് ബിഷപ്പ്. ഇടവകയുടെ അൾത്താര ബാലനായിരുന്ന വർഗീസ് ചക്കാലയ്ക്കൽ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി. മാള പള്ളിപ്പുറം ചക്കാലയ്ക്കൽ കുടുംബാംഗമായ വർഗീസ് ചക്കാലയ്ക്കൽ ഞായറാഴ്ചയാണ് ചുമതലയേറ്റത്. അതിരൂപതയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിൽ മാളയിൽ നിന്ന് നിരവധി പേരാണ് പങ്കെടുത്തത്. കുടുംബക്കാർക്കൊപ്പം സുഹൃത്തുക്കളും നാട്ടുകാരും കോഴിക്കോടെത്തി. പാടത്തെ നടവരമ്പിലൂടെ കൈപിടിച്ച് മഴക്കാലത്ത് ഒരുമിച്ച് വാഴയില ചൂടിപ്പോയതും ചെളി നിറഞ്ഞ് വഴുക്കലുള്ള നടവരമ്പിലൂടെ പോകുമ്പോൾ കൈപിടിക്കുന്നതും ഓർക്കുകയാണ് മൂത്ത സഹോദരൻ തോമസ് ചെക്കാലയ്ക്കൽ. സ്കൂളിൽ ഞങ്ങൾ ഇങ്ങനെ പാടത്ത് കൂടെ പോകാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടും പരസ്പരം കൈ പിടിച്ചാണ് പോണത്. ചെളിയൊക്കെ ഉള്ളതിന് അതിൽ നീന്തി വരെ പോകണം. എപ്പോഴും വെള്ളക്കെട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പോയിരുന്നായിരുന്നത്. പിന്നെ എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കോട്ടയൊന്നുമില്ല, മറ്റേ ചേമ്പലൊക്കെ ചൂടിയാണ് പോയിരുന്നത്. അതിനുശേഷം ഒന്നും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഓലക്കുട. അത് പിന്നെ ഇവിടുന്ന് മാളിപ്പുറത്ത് പോകണ വരെയും ഞങ്ങൾ ഓലക്കുടയിലേക്കാണ് പോയിരുന്നത്. എല്ലാവർക്കും ഒരേ കുടയുണ്ട്. അത് കഴിഞ്ഞിട്ട് മാളയ്ക്ക് പോയിരുന്നു. 5 കഴിഞ്ഞപ്പോഴുള്ള മാളയ്ക്ക് പോയത്. 7-ാം വയസ്സിലാണ് വർഗീസ് ചെക്കാലയ്ക്കൽ അൾത്താര ബാലനായി മാറിയത്. അതിനുശേഷം സ്കൂളിൽ പോകുമ്പോൾ വരെ വെള്ളവസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഇടവകയായ മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് പള്ളിയിലെ അന്നത്തെ വികാരി ഫാദർ ബനവഞ്ചൂർ നടുവത്തേഴത്താണ് അൾത്താര ബാലനായി നിയോഗിച്ചതും സെമിനാരിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതും. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലയ്ക്കലിന്റെ മാതാപിതാക്കൾ തികഞ്ഞ ദൈവിക വിശ്വാസികളായിരുന്നു. എല്ലാ ദിവസവും അവർ പള്ളിയിൽ പോയിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിനു ശേഷം വർഗീസ് ചെക്കാലയ്ക്കലും അവർക്കൊപ്പം പള്ളിയിൽ പോയിരുന്നു. അൾത്താര ബാലനായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ എന്നും രാവിലെ ദിവ്യബലിക്ക് പോകുമായിരുന്നു. ദൈവികത തിരിച്ചറിഞ്ഞാണ് അന്നത്തെ വികാരി ഫാദർ ബനവഞ്ചൂർ നടുവത്തേഴത്ത് സെമിനാരിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും കുടുംബം പ്രോത്സാഹിപ്പിച്ചുവെന്നും തോമസ് ചെക്കാലയ്ക്കൽ പറഞ്ഞു. തങ്ങളുടെ കുഞ്ഞേട്ടൻ ആർച്ച് ബിഷപ്പ് പദവിയിലെത്തിയത് കുടുംബത്തിന്റെ മാത്രമല്ല ജാതിമത ഭേദമന്യുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ടാണെന്ന് ഇളയ സഹോദരൻ ജോസഫ് ചെക്കാലയ്ക്കൽ പങ്കുവച്ചു. TCV മാള. എഴുത്തുകാരനും അക്ഷരശ്ലോക വിദഗ്ധനും കവന കൗതുകം പത്രാധിപരുമായിരുന്ന കടലായിൽ പരമേശ്വരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അക്ഷരശ്ലോക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം N. മോഹനൻ നായർക്ക് സമ്മാനിച്ചു. ആലുവ തെക്കേ വാഴക്കുളം കാവ്യ കലാകേന്ദ്രത്തിന്റെ ആചാര്യനാണ്. 10,100 രൂപയും ശില്പവും ഉൾപ്പെടുന്ന പുരസ്കാരം ബെന്നി ബെഹന്നാൻ MP സമർപ്പിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. എഴുത്തുകാരൻ ബോണി തോമസ്, യോഗക്ഷേമ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ മേലേടം, ശ്രീധരൻ കടലായി, PK ബിന്ദു എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ FSSTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പരപ്പിൽത്താഴം MCF-ൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസിഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷ്ര ലത്തീഫ്, PS അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, നഗരസഭാ കൌൺസിലർ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈദാലിക്കുട്ടി, AA മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റിക് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് 45 ലക്ഷം രൂപ ചിലവഴിച്ച് വാങ്ങിയ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മൊബൈൽ ട്രീറ്റ്മെന്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടന പരിപാടി UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ CG ശാന്തകുമാറിന്റെ 19ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ അന്തിക്കാട് ആചരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ സ്മാരക സ്തൂപത്തിൽ CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പതാക ഉയർത്തി. KG ഭുവനൻ അധ്യക്ഷനായി. അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AV ശ്രീവത്സൻ, KV രാജേഷ്, TI ചാക്കോ, CR ശശി, VP പ്രേംശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം വല്ലച്ചിറ പഞ്ചായത്ത് സമ്മേളനം കടലാശ്ശേരിയിൽ നടന്നു. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് NK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AK നസീർ, CV ഭാഗ്യൻ, KS രവി, VK ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം വല്ലച്ചിറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി VK ശ്രീനിവാസൻ, സെക്രട്ടറിയായി NK രവീന്ദ്രനെയും തെരഞ്ഞെടുത്തു. ചാവക്കാട് ചേറ്റുവ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെങ്ങും തൈ നട്ട് പ്രതിഷേധിച്ചു. ഒരുമനയൂർ കുറുപ്പത്ത് പള്ളിക്ക് മുന്നിലെ അപകടകരമായ ഗർത്തത്തിലാണ് തെങ്ങ് തൈ നട്ട് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫാദിൻ രാജ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KJ ചാക്കോ, VP അലി, VA മോഹനൻ, നികേഷ്, ശംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് തോളൂർ മണ്ഡലം 8ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ കുടുംബം കൂടുമ്പോൾ ഇമ്പം, അല്ലേ? നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോയി വാഗയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഭാസ്കരൻ കൊട്ടിലിക്കൽ, തോളൂർ മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ്, KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് വടക്കൻ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോർജ് കുത്തൂർ എന്നിവർ പങ്കെടുത്തു. മുതിർന്ന വാർഡംഗങ്ങളെ ആദരിക്കൽ. നാഗ്പൂരിൽ നടന്ന ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ എറിൻ റോസിനെയും SSLC +2 പരീക്ഷകളിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം പൂർത്തിയാക്കിയ വാർഡിലെ തൊഴിലാളികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 18ാമത് ഉറൂസ് മുബാറക്കിന്റെ ഭാഗമായി മൌലീദ് സദസ്സും തബറുക് ഭക്ഷണ വിതരണവും മഹല്ല് ഖതീബ് KP അബൂബക്കർ സദി ഉദ്ഘാടനം നിർവഹിച്ചു. ഉസ്മാൻ സഖാഫി അൽ അർഷദി മൌലീദ് സദസ്സിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് PMA ഹക്കീം, സ്വാഗത സംഘം കൺവീനർ അബ്ദുൾ റഷീദ്, ഭാരവാഹികളായ PM ഉസ്മാൻ ഹാജി, PT മുഹമ്മദ് അലി, PA മുഹമ്മദ് ഷിയാസ്, വനിത തുടങ്ങിയവർ പങ്കെടുത്തു. മാള പുത്തൻചിറ മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ വ്യാപാരി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനവും വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് VK ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ ഹനീഫ് അദേനി മുഖ്യാതിഥിയായി. MC സെയ്തു, വിനോദ് കക്കാറ, AS ബാവുട്ടി, CJ ജിനേഷ്, രമാദേവി വല്ലത്ത്, ജുവൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. പുറ്റേക്കര കൈപ്രമ്പ് പഞ്ചായത്തിൽ കൊള്ളന്നൂർ ഗാന്ധി കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വാർഡ് മെമ്പർ ലിൻഡി ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, KB ദീപക്, CV കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു.
പഴയന്നൂർ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ 15ാമത് വാർഷികവും നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും വടക്കേത്തറ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു. റിട്ടയേർഡ് DEO TN അംബികവല്ലി, റിട്ടയേർഡ് പ്രിൻസിപ്പൽ P ശാന്തകുമാരി എന്നിവർ ചേർന്ന് പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തപസ്യ പ്രസിഡന്റ് K ജയേഷ്, സെക്രട്ടറി PK കാശിനാഥൻ, റിട്ടയേർഡ് പ്രധാന അധ്യാപിക C രാധ, CG ഗോവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങാലൂർ കുണ്ടുകടവിൽ പാലം പണിയുടെ ഭാഗമായി കുറുമാലി പുഴയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് അപകട ഭീഷണിയാകുന്നു. കാലവർഷത്തിന്റെ തീവ്രത കൂടിയാൽ പുഴയുടെ മേൽഭാഗത്ത് വൻ തകർച്ചയ്ക്കും വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും ഇടയാക്കുമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ ആരോപിച്ചു. മഴ കനത്തിട്ടും പുഴയിലെ മണ്ണ് മന്ദഗതിയിലാണ് നീക്കം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ജലസേചന വകുപ്പിനോടും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോടും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള ചെങ്ങാലൂർ കർഷക കൂട്ടായ്മ ചെയർമാൻ KK അനീഷ് കുമാർ, കൺവീനർ VA ലിൻഡോ എന്നിവർ ആവശ്യപ്പെട്ടു. അടഞ്ഞുകിടന്ന വീട് വൃത്തിയാക്കാനെത്തിയ യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച 2 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം ചേർക്കര സ്വദേശികളായ ചേർക്കര തുമ്മാട്ട് വിവേക്, മുത്താണ്ടശ്ശേരി അഭിജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ CN എബിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂഷി സുനീഷ്, സിവിൽ പോലീസ് ഓഫീസർ ജസ്ലിൻ തോമസ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് പരക്കനാശം. ചന്ദ്രാപ്പിന്നി പപ്പടം നഗറിൽ 30ഓളം വീടുകൾ വെള്ളത്തിൽ. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ചുഴലിക്കാറ്റ്. അഴീക്കോട്, മുനക്കൽ ബീച്ച്, അരിമ്പൂർ, വെളുത്തൂർ എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായത്. മുനക്കലിൽ 10ഓളം വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നു വീണു. ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷാവലോകന യോഗം ചേർന്നു. റൂൾ കർവ് പാലിക്കാൻ കളക്ടർ കർശന നിർദ്ദേശം നൽകി. രാത്രികാലങ്ങളിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് കളക്ടർ. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ എക്സ്പ്രസ് ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോടശ്ശേരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 500ഓളം നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത്. സോളാർ വേലി തകർത്താണ് കാട്ടാന തോട്ടത്തിൽ കടന്നത്. തൃക്കൂർ പെട്രോൾ പമ്പിന് സമീപം കാറും ഒമ്നി വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കണിമംഗലത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.